പ്രിയ, ഈ ചൂരക്കറി കഴിച്ചാൽ ജീവഹാനി ഉണ്ടാകുമോ? നേരത്തെ ഈ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധ വന്ന ആളുകൾ മരിക്കുന്ന സംഗതികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ? എന്താണ്? അതായത് ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും വിഷാംശങ്ങളുള്ള രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നതായിട്ട് നമുക്കറിയാം. അത് മുൻപ് നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു കയ്യിൽ കഴുകിയെടുക്കുമ്പോൾ കയ്യിൽ ഒരുമാതിരി തിളങ്ങുന്ന പോലത്തെ ഒരു സാധനം കാണും, പിന്നെ വഴുവഴുപ്പ് തോന്നും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാലിൻ പോലുള്ള വിഷപദാർത്ഥങ്ങൾ, അമോണിയ, സോഡിയം ബെൻസോവേറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ചേർത്തുകൊണ്ട് ഫോർമാലിനാണ് ഈ ശവം കേടുകൂടാതിരിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജുകളിൽ ശവം ഇട്ട് വയ്ക്കുന്ന ലായനിയാണ് ഈ പറയുന്ന ഫോർമാലിൻ എന്ന് പറയുന്നത്. അത് ഉരുട്ടിക്കഴിഞ്ഞാൽ ശരീരം ഈ കേടുകൂടാതിരിക്കും, ഇതിനെ വലിച്ചെടുത്തിട്ട് കേടുകൂടാതിരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഫോർമാലിൻ ചേർത്ത ഐസാണ് ഇതിനകത്ത് ഇടുന്നത്. അതായത് ഫോർമാലിൻ അല്ല നേരിട്ട് ചേർക്കുകയല്ല ചെയ്യുന്ന, ഫോർമാലിൻ ചേർത്ത് ഐസ് ഇടും. അതുപോലെ തന്നെ ഈ ഐസ് പെട്ടെന്ന് ഉരുകി പോകാതിരിക്കാൻ വേണ്ടി അതിൽ അമോണിയം ചേർക്കും. അമോണിയം ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉരുകില്ല. ഈ അങ്ങനെയുള്ള രാസവസ്തുക്കളാണ് ചേർക്കുന്നത്. കാരണം ഇരട്ടി ലാഭം, 4-5 ദിവസം വരെ ഇത് കേടാവാതിരിക്കും എന്നുള്ളതാണ്. ഇന്ന് കച്ചവടം നടന്നില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റുന്നതുകൊണ്ട് കച്ചവടം നടത്തി എങ്ങനെയും ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. 2018 നമ്മൾ ഈ സാഗർ റാണി എന്ന് പറഞ്ഞൊരു വലിയ ദൗത്യം നടത്തി മീനിൽ വിഷം ചേർക്കുന്നവരെ പിടികൂടാനായിട്ട് ദൗത്യം നടത്തിയിരുന്നു. അന്ന് ഇതൊന്ന് മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ഫിഷറീസ് മന്ത്രി. അന്ന് അവരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ തോതിൽ ഈ പറയുന്ന ഇതിനെ പിടികൂടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. വാനുകളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കുക, കുഴിച്ചു മൂടുന്ന പരിപാടി. അതെ, മത്സ്യം പിടിച്ച് കുഴിച്ചു മൂടുക. അന്ന് 2018 10,000 കിലോ കേടായ മത്സ്യം ഈ പറയുന്ന ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ, കൊല്ലത്തുള്ള ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് പിടിച്ചിരുന്നു. 2022 ഇതേ രീതിയിൽ കൊല്ലത്ത് നിന്ന് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടിച്ചിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അളവിൽ 2,000 കിലോ, 10,000 കിലോ, 1,000 കിലോ, 7,000 കിലോ ഒക്കെ മീൻ പിടികൂടാറുണ്ട്. പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണ് ഇവയെല്ലാം. ഈ പറയുന്ന പല തീരദേശ മേഖലകളിൽ നിന്നും തമിഴ്നാട്ടിൽ കേടായ ഭക്ഷണം ഇവർ കയറ്റി നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവരുടെ പതിവ്. ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷണം അല്ലെങ്കിൽ ഈ പറയുന്ന മത്സ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗം, പിന്നെ ജനിതക വൈകല്യം, ഗർഭസ്ഥ അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജനിതക വൈകല്യം ഉറപ്പാണെന്നാണ് പറയുന്നത്, ജീവകോശങ്ങളുടെ നാശം, ഇതൊക്കെ സംഭവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു ഉറപ്പുമുണ്ട്. ഈ രാസപദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മത്സ്യത്തിൻ്റെ മാംസത്തിനുള്ളിലേക്ക് ഇത് കടന്നു ചെല്ലും എന്നുള്ളതാണ്. അവിടെ കടന്നു ചെല്ലുന്ന ഇതങ്ങനെ ഇരിക്കും. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഇതിൻ്റെ പുറമേ നോക്കിയാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. പക്ഷേ ഈ മാംസം ഇത് അപ്പോഴത്തേക്കും ആഗിരണം ചെയ്തു കഴിയും. ഇതിനെ തിളപ്പിച്ച് വേവിച്ചൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന രാസപദാർത്ഥങ്ങൾ അതിൻ്റെ സ്വഭാവം മാറി വലിയ ടോക്സിക് ആയിട്ടുള്ള വിഷമായിട്ട് മാറുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അമോണിയ അടങ്ങിയ മത്സ്യമാണ് കഴിക്കുന്നതെങ്കിൽ അൾസർ പോലുള്ള രോഗങ്ങൾ വരും. കാരണം ശരീരത്തിൽ താങ്ങാൻ കഴിയുന്ന രാസപദാർത്ഥങ്ങളുടെ ഇത് മൗത്ത് അൾസർ, ഈ പറയുന്ന വായ്പുണ്ണെന്ന് പറയുന്നത് ഇതൊരു കുടലിനകത്ത് വലിയ രീതിയിലുള്ള വ്രണങ്ങൾ വ്യാപിക്കും. ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് കാരണമാക്കും. അത് നിരന്തരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാര്യം നോക്കണ്ട, ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. വിഷാംശം പരിശോധിക്കാനായിട്ട് 2018 കിറ്റ് പുറത്തിറക്കിയിരുന്നു ഫിഷറീസ് വകുപ്പ്. ഒരു സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പ് വെച്ച് ഈസി ആയിട്ട് അതിൽ തുടച്ചതിന് ശേഷം ഒരു ലായനിയുണ്ട്. അത് അതിൻ്റെ ബോട്ടിലിൽ നിന്ന് 2-3 തുള്ളി ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ നിറം മാറും. അതിൽ കൊടുത്തിരിക്കുന്ന നിറമാണെങ്കിൽ അത് കൃത്യമായിട്ട് വിഷം ചേർന്നതാണെന്നുള്ള മനസ്സിലാക്കും. ഇവയെ പിടിച്ചെടുത്തുകൊണ്ട് പോയി ലാബിൽ സാമ്പിൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനെ നശിപ്പിക്കുന്നതായിരുന്നു പരിപാടി ചെയ്തിരുന്നത്. ഓപ്പറേഷൻ 2022 ഓപ്പറേഷൻ മത്സ്യ ആരോഗ്യ വകുപ്പായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ ഈ വീണ ജോർജിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഇതൊക്കെ നടന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മീനിൽ എത്രത്തോളം വിഷാംശം അടങ്ങിയ സാധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചേർക്കുന്നോ അതുപോലെ വലിയ രീതിയിൽ മറ്റ് മാംസങ്ങളിലും ഇവർ ചേർക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ കാര്യം പറയാം, നമ്മളുടെ ഇവിടെ എത്തുന്ന പല ഈ പറയുന്ന കന്നുകാലികളും ഗുരുതര രോഗങ്ങളുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറ്റി അയക്കുന്നതാണ്. അവിടെ ഇപ്പോഴും കന്നുകാലികളെ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുണ്ട്, അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കാളവണ്ടിയൊന്നും കാണാനില്ല. അപ്പോൾ വണ്ടി വലിക്കുന്ന, പണ്ടൊക്കെ പറയുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, വണ്ടി വലിക്കുന്ന കാളയെ കൊന്ന ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല, ഗുരുതര രോഗമുണ്ടാകുമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊന്നും ഈ ബീഫ് എന്ന് പറയുന്ന സാധനം കയറ്റുകയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മാംസം കഴിക്കുന്ന, അതായത് ഗുരുതര രോഗം ബാധിച്ച മൃഗങ്ങളുടെ
മാംസം കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ കറവ് പറ്റി ചാവാറായ പശുവിൻ്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായി ഇത്രയും നാൾ പാലൊക്കെ ഊറ്റിയെടുത്തത് കൊണ്ടും ഈ പറയുന്ന പല കെമിക്കൽസും അടങ്ങിയ കാലിത്തീറ്റകളൊക്കെ കഴിച്ചത് കൊണ്ടും വലിയ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ ഇതിനെയൊക്കെ അറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. കുട്ടികളിലൊക്കെയാണ് ഇതിൻ്റെ പെട്ടെന്ന് ഈ ഒബേസിറ്റി പോലുള്ള, അതായത് പൂരിത കൊഴുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബീഫിലാണ് അടങ്ങിയിരിക്കുന്നത്. അതെ, പൊണ്ണത്തടിയിലേക്ക് കുട്ടികൾ പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ ഇതിന് ഗുണവശങ്ങളുണ്ട് കേട്ടോ, ബീഫ് കഴിക്കുന്നതിന് ഗുണവശങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയ രീതിയിലുള്ള കേടുബാധിച്ച ബീഫ് കഴിക്കുന്നതിൽ യാതൊരു ഗുണവുമില്ല, അത് ശരീരത്തിന് പ്രതികൂലമായിരിക്കും. ഈ കേടുബാധിച്ച ഇത്തരം മാംസങ്ങൾക്ക് ഇവിടെ രോമന പേരും വിളിക്കാറുണ്ട്, സുനാമി ഇറച്ചി. അതായത് ഈ ബീഫിനെ കൊല്ലുന്നതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കന്നുകാലികളെ എങ്ങനെ കൊല്ലും എന്നുള്ളത് പെനട്രേറ്റിംഗ് ക്യാപ്റ്റീവ് ബോൾട്ട് ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ കൊല്ലേണ്ടത്. അതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടും വളരെ വേഗത്തിലുമുള്ള ഒരു മരണം. അതിന് പെയിൻലെസ് ആയിട്ട് വേദന അനുഭവിക്കാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ കട്ട് ചെയ്ത് മാംസം കൃത്യമായിട്ട് വേർതിരിച്ച് കൃത്യവും ശുചിയും വൃത്തിയുള്ള നല്ല ശുചിത്വമുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അവിടെ കൃത്യമായിട്ട് അണുനാശിനി ഉപയോഗിച്ച് കഴുകി മറ്റ് ഉപയോഗിക്കുന്ന, അതായത് മാംസം തറയിലിടാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്ന സംഭവങ്ങൾ, ഹാങ്ങിങ് സിസ്റ്റം, ഇതുപോലുള്ള എല്ലാം ഒരുക്കി വേണം പശുവിനെ ഇറക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ റോഡ് സൈഡിലിട്ടോ ഏതെങ്കിലും കാട്ടിലിട്ടോ ഓടയിലിട്ടോ ഒക്കെയാണ് ഈ പറയുന്ന കന്നുകാലികളെ ഇറക്കുന്നത്. അതുപോലെ തന്നെ അറക്കാറില്ല പലപ്പോഴും ഇവരെന്താണ് ചെയ്യുന്നത്, കച്ചവടക്കാർ, ഈ പറയുന്ന ഒരു കല്യാണ വീട്ടിൽ, ഒരു മുസ്ലിം കല്യാണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കന്നുകുട്ടി അവിടെ പിടിച്ച് കെട്ടിയിരിക്കുന്നതാണ്. അവർ അതിനെ അറുത്താണ് മിക്കവാറും ആൾക്കാരെ സൽക്കരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പല അറവുകാരും ഇതിനെ കഴുത്തറുത്ത് കൊല്ലില്ല. കാരണം കഴുത്തറുത്ത് കൊന്നാൽ ഏതാണ്ട് 10-12 ലിറ്റർ രക്തം വാർന്നു പോകും. ആ രക്തം വാർന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൂക്കം കുറയും. അതുകൊണ്ട് തന്നെ ചുറ്റിയൽ കൊണ്ടൊക്കെ ഇതിനെ അടിച്ചു കൊല്ലാറാണ് പതിവ്. ചുറ്റിയൽ, മഴുവിൻ്റെ പുറകു വശം, ഇതൊക്കെ വെച്ച് അടിച്ചു കൊല്ലും. കൂടൊക്കെ വെച്ച് അടിച്ചു കൊന്നു കഴിയുമ്പോഴത്തേക്കും അടിക്കുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് പലതരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഈ സ്രവങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കും. ആ പറയുന്ന രാസപദാർത്ഥങ്ങളൊക്കെ ഇതിൻ്റെ ശരീരത്തിൽ വ്യാപിക്കും. ഭയം കൊണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് വലിയ രീതിയിൽ നമ്മളത് ആഹാരമാക്കി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും. അപ്പോൾ ഈ പറയുന്ന, അഥവാ ഇവർ കഴുത്തറുത്ത് കൊല്ലുകയാണെങ്കിൽ തന്നെ ഈ മാംസം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവരതിനെ എടുത്ത് രക്തത്തിൽ മുക്കി വെക്കുകയാണ് പതിവ്. ഈ പറയുന്ന കന്നുകാലികളുടെ മാംസത്തിനെടുത്ത് രക്തത്തിൽ മുക്കി വെച്ച് അങ്ങനെ ഉപയോഗിക്കും. അതായത് ഇതിൻ്റെ വെയിറ്റ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പരിപാടികളും അവർ നോക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റെഡ് മീറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കുറവാണ് എന്നും പല രീതിയിലും ഉള്ള പഠനങ്ങളും ആൾക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അനുഭവസ്ഥർ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നല്ല മാംസം എവിടെ കിട്ടും എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനായിട്ട് മാറുകയാണ് കേരളത്തിൽ. ഈ പറയുന്ന അതുപോലെ നമുക്കറിയാമല്ലോ, ഈ കന്നുകാലികളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുക, മുളക് അരച്ച് തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വാഹനത്തിൽ നിന്ന് ഇത് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഹനം മറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളാണല്ലോ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചത്ത കോഴി, യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ കടത്തി വിടുന്ന ബ്രോയിലർ കോഴികളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. ആ ചത്ത കോഴിയൊക്കെ എടുത്തിട്ട് നേരെ ഷവർമ്മയ്ക്കൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷവർമ്മ ഇറച്ചിയായിട്ടും ഷവർമ്മ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ഇതിൽ ഈ പറയുന്ന ഷവർമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശം ഇറച്ചി എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയാൻ കഴിയില്ല എപ്പോൾ എടുത്താണെന്നുള്ളത്. അത് മാത്രമല്ല, ഇതിൽ പച്ച മുട്ടയാണ് ഇതിൽ മയണോയ്സ് എന്ന് പറയുന്ന വസ്തുവിൽ ചേർക്കുന്നത്. ഈ മയണോയ്സ് സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു വൈറസ് പച്ച മുട്ടയിലുണ്ട്. ആ പച്ചമുട്ടയിലെ വൈറസിലേക്ക് അത് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത്, ഇല്ലെങ്കിൽ ഈ പറയുന്ന സസ്യ എണ്ണ ചേർത്ത് അതിലേക്ക് ഈ പറയുന്ന ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഈ പറയുന്ന ഈ സാൽമണല്ലോ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം നടക്കുകയും അത് കോട്ടയത്ത് മരണകാരണമായത് തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വഴുതക്കാട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞൊരു വലിയ വാർത്ത വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഈ ഷവർമ്മ കഴിച്ചിട്ട് 30-ലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. അതുപോലെ ഈ ദുബായ് മുനിസിപ്പാലിറ്റി ഈ പറയുന്ന, നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ അറേബ്യൻ നാടുകളിലാണ് മാംസം ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ദുബായ് മുനിസിപ്പാലിറ്റി ഷവർമ്മയിൽ ഈ പറയുന്ന മുട്ട ചേർത്തിട്ടുള്ള ഈ മയണൈസ് നിരോധിച്ചിട്ടുണ്ട്. അവരത് ചേർക്കാൻ സമ്മതിക്കില്ല, പച്ചമുട്ട ചേർക്കാൻ സമ്മതിക്കില്ല. പക്ഷേ പലരും ഇതിനെ പ്രതിവിധിയായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം അതിനെ ഉപയോഗിക്കാറുണ്ട്. അതിൽ വലിയ രീതിയിൽ പ്രശ്നം പറ്റില്ല. എങ്കിലും ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന അതിൽ കൂടുതൽ ഈ പറയുന്ന അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പെട്ടെന്ന് ജീർണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷവർമ്മ തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ മാംസം എടുത്തു കഴിഞ്ഞാൽ 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ചിരിക്കണം.
ഇതിപ്പോൾ 5-ാമത്തെ വിൽക്കാൻ തുടങ്ങി 5-ാമത്തെ മണിക്കൂറിലാണ് ഒരാൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അയാൾ പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ആണ് കഴിക്കുന്നതെങ്കിൽ കൂടി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്, ഭക്ഷ്യ വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാംസം കഴിക്കേണ്ട എന്ന് പറയുന്നില്ല, മത്സ്യമോ മാംസമോ എന്തും കഴിക്കാം. പക്ഷേ ആ കാര്യങ്ങൾ കഴിക്കുമ്പോൾ അത് ശുദ്ധമാണെന്നും അത് ആരോഗ്യകരമാണെന്നും പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഗുരുതര രോഗങ്ങൾ നമുക്ക് വന്നു പെട്ടേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.